ഹായ്, ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒരു ഉരുളി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാമേ. അപ്പം ആദ്യം ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്ത് കോരി വയ്ക്കുവാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചെയ്താലും മതി. പക്ഷേ ഞാനിത് ആദ്യം തന്നെ ചെയ്യണം, കാരണം നമ്മൾ ഈ ബാക്കി വരുന്ന നെയ്യിലാണ് നമ്മൾ സേമിയ ഇനി ഒന്ന് വറുത്തെടുക്കുന്നത്. നമ്മളിട്ട് കൊടുത്ത അണ്ടിപ്പരിപ്പും കിസ്മിസും നട്ട്സും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കോരിയെടുത്ത് വേറൊരു പാത്രത്തിൽ മാറ്റി വെച്ചു. ഇനി നമുക്ക് ആ ബാക്കി വന്ന നെയ്യിലേക്ക് സേമിയ നമ്മൾ കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. നമുക്കൊരു പാനിലേക്ക് ചവ്വരി ഇട്ട് അതൊന്ന് ചൂടാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് കുക്ക് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ചവ്വരിയിലേക്ക് ആദ്യം ഒഴിച്ചു കൊടുത്ത വെള്ളമല്ല, കുറച്ചും കൂടി പിന്നെയും എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് വേവിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഒരു പാനിലേക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് വേണമെങ്കിൽ സേമിയയുടെ കൂടെ ഈ പാലൊഴിച്ച് തിളപ്പിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ചിലപ്പോൾ ആ പാല് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ പാല് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ തിളപ്പിച്ച് വെച്ച പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതേപോലെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കണേ. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടുതൽ നിൽക്കുന്ന ഒരു ഇതിൽ വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. കാരണം ഇത് ഇരുന്ന് കഴിയുമ്പോൾ തണുക്കുമ്പോഴേക്കും ഇത് നല്ല കുറുകും. അപ്പോൾ ലാസ്റ്റ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും അതേപോലെ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് ചൂടോടെ തന്നെ ഉപയോഗിക്കാമേ. ചൂടോടെ തന്നെ കുടിക്കുന്നതാണ് നല്ല ടേസ്റ്റ്.